വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി വിപുലമായ തലസ്ഥാന മേഖലാ വികസന പരിപാടിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് ഇതിൻ്റെ ഭാഗമാണ്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ 6 വരി പാതയും ഇരുവശങ്ങളിലുമായി നോളജ് ഹബ്ബുകൾ, വ്യവസായ പാർക്കുകൾ, വിനോദ കേന്ദ്രങ്ങൾ, ടൗൺഷിപ്പുകൾ, ഇങ്ങനെയുള്ള ഒട്ടേറെ പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. വടക്കേ മലബാറിലെ ബൃഹത് പദ്ധതിയായ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ 2024 ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം വിജ്ഞാനാധിഷ്ഠിത സമൂഹം രൂപപ്പെടുത്താനുള്ള ചൂടുവെപ്പിന് കരുത്തേകിയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ടെക്നോ പാർക്ക് ഫേസ് 4 തുടക്കം കുറിക്കാനായി. ഈ പദ്ധതിക്കായി അനുവദിച്ചത് 200 കോടി രൂപയാണ്. ഡിജിറ്റൽ സർവകലാശാലയോട് ചേർന്ന് ടെക്നോ സിറ്റിയിലെ 14 ഏക്കറിൽ ഏകദേശം 1515 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഡിജിറ്റൽ സയൻസ് പാർക്ക് അത് മറ്റൊരു മാതൃകയാണ്. ഇതും രാജ്യത്തെ ആദ്യത്തെ സംരംഭമാണ്. 2 വർഷത്തിനുള്ളിൽ 2,50,000 ചതുരശ്രടി വിസ്തീർണമുള്ള 2 കെട്ടിടങ്ങൾ പൂർത്തിയാവുകയും പാർക്ക് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാവുകയും ചെയ്യും. കേരളത്തെ ലോകത്തിലെ പ്രധാന എയ്റോസ്പേസ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കേന്ദ്രമാക്കി മാറ്റുന്നതിന് ബഹിരാകാശ, വ്യോമയാന, പ്രതിരോധ മേഖലകളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രധാന സംരംഭങ്ങളിലൊന്നാണ് കേരള സ്പേസ് പാർക്ക് പ്രോജക്റ്റ്, സ്പേസ്. തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ 20 ഏക്കർ സ്ഥലമാണ് സ്പേസ് പാർക്കിൻ്റെ പ്രധാന ഓഫീസിനായി അനുവദിച്ചത്. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിനായി കണ്ണൂർ ജില്ലയിൽ കുറ്റ്യാട് വില്ലേജിൽ 311.76 ഏക്കർ സ്ഥലം കണ്ടെത്തുകയും അതിൽ 36.57 ഏക്കർ ഭൂമി ആദ്യഘട്ടം നടപ്പാക്കുന്നതിന് കൈമാറുകയും ചെയ്തു. ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ആയുർവേദ വികസനത്തിനും ഗവേഷണത്തിനുമുള്ള കേന്ദ്രമായിട്ടാണ്. 1 ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്കായി പാലക്കാടും എറണാകുളത്തുമായി 5 ഇടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണ്. 2152 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ ഇതുവരെ 1240 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞു. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ് 3815 കോടി 44 ലക്ഷം രൂപയുടെ പദ്ധതി വിഹിതത്തിന് 2023 മാർച്ചിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റിന്റെ പരിഗണനയിലാണ്. വ്യവസായ ഇടനാഴി സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ പാലക്കാട് ജില്ലയിൽ മാത്രം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടാകാൻ പോകുന്നത്. 585 കോടി നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
കൊച്ചി ബാംഗ്ലൂർ ഇടനാഴിയുടെ ഭാഗമായി രാജ്യത്തെ രണ്ടാമത്തേതും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ ഗിഫ്റ്റ് സിറ്റിയുടെ സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. കിഫ്ബി വഴി 850 കോടി രൂപയാണ് ഏറ്റെടുപ്പിന് ചെലവഴിക്കുന്നത്. തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുതിയ കെട്ടിടത്തിൻ്റെയും 8 ലാബുകളുടെയും ഉദ്ഘാടനം കഴിഞ്ഞു. നിലവിൽ 88 തരം വൈറസുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സൗകര്യം ഈ സ്ഥാപനത്തിലുണ്ട്. മലയോര മേഖലയിലെ പശ്ചാത്തല വികസനത്തിനായി കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ 13 ജില്ലകളിലായി 1251 കിലോമീറ്റർ നീളത്തിൽ 3500 കോടി രൂപ ചെലവിലാണ് മലയോര ഹൈവേ നിർമ്മിക്കുന്നത്. ഇതിൽ 133.66 കിലോമീറ്റർ പൂർത്തിയാക്കാനായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യും. 735 കിലോമീറ്ററിന് സാമ്പത്തികാനുമതിയും 482 കിലോമീറ്ററിന് സാങ്കേതികാനുമതിയും നൽകി. തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിക്ക് സമീപം കുഞ്ചത്തൂരിൽ അവസാനിക്കുന്ന തീരദേശപാത തീരദേശ മേഖലയുടെ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ കുതിപ്പ് സൃഷ്ടിക്കും. കൊല്ലം, വിഴിഞ്ഞം, കല്ലാർപ്പാടം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളെയും മറ്റ് നിരവധി ചെറിയ തുറമുഖങ്ങളെയും ഇത് ബന്ധിപ്പിക്കും. ഈ ഹൈവേയുടെ ആകെ നീളം 600 കിലോമീറ്ററാണ്. ഈ പദ്ധതിക്ക് 2017 സംസ്ഥാന ബജറ്റിൽ 6500 കോടി രൂപയുടെ തത്വത്തിലുള്ള അനുമതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിൻ്റെ നടപടി നേരത്തെ പറഞ്ഞു. താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്നതാണ് ആനക്കാമ്പൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപ്പാത. അത് വയനാട് ഒറ്റപ്പെട്ടു പോകുന്നതിന് അവസാനം കുറിക്കും. വയനാട്ടിലുള്ളവരുടെയും വയനാട്ടിലൂടെ യാത്ര ചെയ്യുന്നവരുടെയും എല്ലാം ദീർഘകാല സ്വപ്നമാണ്. 8.11 കിലോമീറ്റർ ദൂരത്തിൽ 2 വരിയായാണ് ഈ പാത നിർമ്മിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടി അവസാന ഘട്ടത്തിലായി. 1ാം ഘട്ട ഫോറസ്റ്റ് ക്ലിയറൻസ് വനം മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഏകദേശ നിർമ്മാണ ചെലവ് 2134 കോടി രൂപയാണ്. ശബരിമല വിമാനത്താവളത്തിനായി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മണിമല, എരുമേലി സൗത്ത് വില്ലേജുകളിലായി 2750 ഹെക്ടറോളം ഭൂമി ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചത്. ഈ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. പദ്ധതിയുടെ ഏകദേശ നിർമ്മാണ ചെലവ് 3411 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തിനായുള്ള നടപടിക്രമങ്ങൾ തയ്യാറായി വരികയാണ്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് K4. K4ൻ്റെ 7556 കിലോമീറ്റർ ബാക്ക് ബോൺ സ്ഥാപിക്കാനുള്ളത് 6456 കിലോമീറ്ററും പൂർത്തിയാക്കി. 22802 കിലോമീറ്റർ ADSS കേബിൾ, OFC ആക്സസ് കേബിൾ എന്നിവ സ്ഥാപിക്കാനുള്ളതിൽ 18615 കിലോമീറ്റർ പൂർത്തീകരിച്ചു. 22,000 18,000 പൂർത്തീകരിച്ചു.
27,651 ഓഫീസുകളിൽ കണക്ഷൻ നൽകുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചു. 18,063 ഓഫീസുകളിൽ ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പുവരുത്തി. 20 ലക്ഷം കുടുംബങ്ങൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സൗജന്യമായി ലഭ്യമാക്കുകയാണ് ലക്ഷ്യമാക്കുന്നത്. 3,715 കുടുംബങ്ങൾക്ക് ഇതുവരെ കണക്ഷൻ നൽകി. 6,200 വീടുകളിൽ ഇതിൻ്റെ ഭാഗമായി കേബിൾ എത്തിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയുടെ ചെലവ് 1,136 കോടി 83 ലക്ഷം രൂപയാണ്. 30 ബോട്ട് ജെട്ടികളുള്ള ഈ പദ്ധതിയിൽ മെട്രോ സ്റ്റേഷനുകളെയും ബസ് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് 78 ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. നിലവിൽ 3 റൂട്ടുകളും 12 ബോട്ടുകളും 8 ജെട്ടികളും പ്രവർത്തന സജ്ജമായി. 2023 ഏപ്രിൽ 25 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ച വാട്ടർ മെട്രോക്ക് ജനങ്ങളിൽ നിന്നും അഭൂതപൂർവമായ വരവേൽപ്പാണ് ലഭിച്ചത്. കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഇതുവരെ ഉപയോഗിച്ചത് 12.5 ലക്ഷത്തിലധികം ആളുകളാണ്. കാസർഗോഡിനെയും തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത പൂർത്തീകരിക്കുന്നതിനായി കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പുതിയ കമ്പനിക്ക് രൂപം നൽകി. കോവളം മുതൽ ബേക്കൽ വരെ നീളുന്ന 616 കിലോമീറ്റർ ദീർഘമുള്ള പശ്ചിമതീര ജലപാതയുടെ നിർമ്മാണം നല്ല നിലയിൽ പുരോഗമിക്കുക. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള 168 കിലോമീറ്റർ പൂർണ്ണതോതിൽ ജലഗതാഗത യോഗ്യമാണ്. കോവളം മുതൽ കൊല്ലം വരെ നീളുന്ന 76.18 കിലോമീറ്ററിൽ 60.18 കിലോമീറ്റർ ദൂരം ഗതാഗത യോഗ്യമാക്കുന്ന പ്രവർത്തനവും കോട്ടപ്പുറം മുതൽ ചാവക്കാട് വരെ നീളുന്ന 60 കിലോമീറ്റർ ഭാഗത്തെ തടസ്സം നീക്കലും 2024 മാർച്ചോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ചാവക്കാട് കല്ലായി 100 കിലോമീറ്റർ ഭാഗത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. നവകേരള നിർമ്മിതിക്കായി സർക്കാർ ഏതെല്ലാം രീതിയിൽ ഇടപെടുന്നു എന്നത് വ്യക്തമാക്കാനാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഈ പദ്ധതികളുടെ ആകെ പൂർത്തീകരണത്തിനും നാടിൻ്റെ മുന്നോട്ട് പോക്കിനുമായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നേറുന്നതിനുള്ള ജനപിന്തുണയാണ് ഈ ബഹുജന സംവാദ പരിപാടിയിലൂടെ സർക്കാർ തേടിയത്. ആ പിന്തുണയാണ് വൻപിച്ച പങ്കാളിത്തത്തിലൂടെ കേരള ജനത നൽകിയത്. യാത്രയുടെ അനുഭവം തുറന്നുള്ള പ്രവർത്തനത്തിനും മുന്നേറ്റത്തിനും വർദ്ധിച്ച ഊർജം പകരുന്നു. ഇന്നലെ കിട്ടിയ നിവേദനങ്ങളുടെ എണ്ണം അരുവിക്കര 4,802, കാട്ടാക്കട 2,444, നെയ്യാറ്റിൻകര 5,379, പാറശാല 5,662. ഇത്രയും കാര്യങ്ങളാണ് പങ്കുവെക്കാൻ